ആദൂരിലെ രാജേഷിന് എന്തുപറ്റി? കാസർഗോഡ് ആദൂരിൽ ആദിവാസി യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. നാഗാത്തൻമൂല സ്വദേശി രാജേഷിന്റേത് മുങ്ങിമരണമല്ലെന്ന് ഭാര്യ അശ്വതി 24നോട് പറഞ്ഞു. മരണത്തിൽ സുഹൃത്തുക്കൾക്ക് പങ്കെന്നും കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ അശ്വതി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. മൃതദേഹം കണ്ടെത്തിയത് പഴശ്ശിനിപ്പുഴയുടെ തീരത്താണ്. മുങ്ങൽ വിദഗ്ധനായ രാജേഷ് എങ്ങനെ മുങ്ങി മരിച്ചു എന്ന ചോദ്യമാണ് കുടുംബം ഉയർത്തുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് ആദൂർ നാഗത്താൻമൂല സ്വദേശി രാജേഷിനെ കാണാതാവുന്നത്. തലേദിവസം ഭാര്യ അശ്വതിയോട് പണിക്കൂലി വാങ്ങാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയിരുന്നു. പിന്നീട് മൊബൈൽ ഫോണിലും ലഭിക്കാതിരുന്നതോടെ അശ്വതി ആദൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി അറിയിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലാണ് രാജേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ആ തർക്കം എന്ന് വെച്ചാൽ ഇവിടെ മുമ്പത്തെ ദിവസം തെയ്യം ഉണ്ടായിന്. അന്ന് ആടെ എന്തോ ഒരു അടിപിടി കേസ് ഉണ്ടായി. പക്ഷെ ആടെ ഇങ്ങനെ തല്ലാക്കുമ്പോൾ അവൻ പറഞ്ഞോലു, ഏട്ടൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞോലു, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. അതിൻ്റെ വ്യത്യാസമാണ് ഈ സംഭവം നടക്കുന്നത്. കൊലപാതകം തന്നെ, അല്ലാതെ സ്വയം മരണമല്ല. എനിക്കതിൽ നല്ല ഉറപ്പുണ്ട്. 2 ദിവസം മുൻപ് തെയ്യം കാണാൻ പോയ രാജേഷും സുഹൃത്തുക്കളും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായി അശ്വതി പറയുന്നുണ്ട്. മുങ്ങിമരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ലെന്നും നീന്താൻ അറിയുന്ന യുവാവ് മുങ്ങി മരിക്കില്ലെന്നും പ്രദേശവാസികളും ചൂണ്ടിക്കാട്ടുന്നു. സ്വാഭാവിക മരണമല്ല, ഇത് മുങ്ങി മരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഈ ഒരു സ്ഥലത്ത് ബോഡി കിട്ടിയ കുറച്ച് താഴെ നിന്നു, അത് ഒഴുക്കില്ല. 4 പേരുണ്ടായിരുന്നു. 3 പേരാണ് ഈ രാജേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എങ്കിലും രാജേഷ് മരണപ്പെട്ടപ്പോൾ അവരെ കുടുംബത്തെ അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അവർ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിത് സംശയമാണ്. രാജേഷിൻ്റെ വസ്ത്രങ്ങളെല്ലാം ഈ കൂടെ ഉണ്ടായവർ ഒഴുക്കി വിടുകയാണ് ചെയ്തത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അശ്വതി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. 24 കാസർഗോഡ്.